أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, ഇന്ന് നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത് വിഷജന്തുക്കളിൽ നിന്ന്, പാമ്പ്, തേള് മുതലായ വിഷജന്തുക്കളിൽ നിന്ന് നമുക്ക് കാവൽ ലഭിക്കാൻ വേണ്ടി ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായ ഒരു ദുആനെ കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജാഅ റജുലുൻ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലിലേക്ക് ഒരു പുരുഷൻ വന്നു. വഖാല, അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ റസൂലേ, മാ ലഖീതു മിൻ അഖറബിൻ ലദഗതനിൽ ബാരിഹ, ഇന്നലെ രാത്രി എന്നെ തേളുകുത്തി, അതിന്റെ കാരണമായി എനിക്ക് കഠിനമായ വേദന അനുഭവപ്പെടുന്നു നബി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അയാൾ വന്ന് പറഞ്ഞപ്പോ, ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അമാ ലൗ ഖുൽത ഹീന അംസൈത, ഇന്നലെ രാത്രി നീ ഈ ദുആ ചെയ്തിരുന്നെങ്കിൽ, ഏതാണ് ആ ദുആ? അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്നുള്ള ഈ ദുആ നീ ചെയ്തിരുന്നെങ്കിൽ ലം തളുറക, ആ ബുദ്ധിമുട്ട് നിനക്ക് ബാധിക്കുമായിരുന്നില്ല, ആ ബുദ്ധിമുട്ട് നിനക്ക് ഉണ്ടാകുമായിരുന്നില്ല, ആ തേള് കൊണ്ട് കുത്തിയതായ വിഷമം നിനക്ക് അനുഭവിക്കുമായിരുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുകയാണ്. അപ്പോൾ വിഷജന്തുക്കളിൽ നിന്ന് കാവൽ ലഭിക്കാൻ വേണ്ടി ഏറ്റവും മഹത്വമുള്ളതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ദുആ ആണ് അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. ഇത് രാവിലെയും വൈകുന്നേരവും ഒരു 3 പ്രാവശ്യം നമ്മൾ ചൊല്ലാൻ ശ്രമിക്കുക. മാത്രമല്ല, ഇത് നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കാൻ വേണ്ടി ഒരു എളുപ്പമായ മാർഗമുണ്ട്. നിത്യമായി നമ്മൾ ഹദ്ദാദ് പതിവാക്കുക. ഈ ഹദ്ദാദിൽ ഈ ദുആ നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.